ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 10 ഞായർ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ആ സംഭവമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമൊക്കെ അല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഒരല്പം ഒഴിവൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ബൈബിൾ എടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുമ്പോഴും ഇന്നത്തെ ലേഖനം 1 യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം തൊട്ടുള്ള ഭാഗമാണ്. അതും നമ്മൾ ധ്യാനിക്കുമ്പോൾ ബൈബിൾ എടുത്താൽ അതിൻ്റെ ബെനഫിറ്റ്, അതിൻ്റെ ഗുണം നമുക്കുണ്ടാകും. അതുകൊണ്ട് ബൈബിൾ എടുത്തു വെച്ച് ധ്യാനിക്കുക. ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, ഈശോ ഒലിവ് മലയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി വന്ന് ജെറുസലേമിൽ ദേവാലയത്തിൽ വന്നിരുന്ന് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നിടത്തോട്ട് നിയമജ്ഞരും ഫരിസേരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ടുവരുന്നു. വന്നിട്ട് പറയുന്നു, ഇവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊരു കുത്തും കൂടെ കൊടുത്തു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഇവരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഈ ഫരിസേരും നിയമജ്ഞരും. നമുക്ക് തോന്നാം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അല്ല, ശരിക്കും അവൾ ഒരു വിക്റ്റിമാണ്. അവള് ഇവരുടെ കയ്യിലെ ഒരു ആയുധം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈശോയെയാണ്. കാരണം ഇവനിൽ കുറ്റം ആരോപിക്കാൻ അവർ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. എത്രാമത്തെ വാക്യം എന്നറിയാമോ? 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ എന്താ? മോശയുടെ നിയമത്തിൽ പറയുന്നതിനെ ഒന്ന് മാറ്റി പറഞ്ഞി, എന്നിട്ട് വേണം നിനക്ക് 2 ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. അതാണ് അവരുടെ ഐഡിയ. അങ്ങനെയാണ് വന്നത്. പക്ഷെ ഈശോ ഇത്തരം ഒത്തിരി സന്ദർഭങ്ങളിൽ വളരെ ടാക്റ്റിക്കലായിട്ട് കർത്താവ് ഡീൽ ചെയ്തിട്ടുണ്ട്. പിന്നെയല്ലേ ഇത്? അപ്പൊ കർത്താവ് കൃത്യമായിട്ട് ചെയ്ത ശൈലി, ആദ്യം അവൻ കുനിഞ്ഞിരുന്ന് നിലത്തെഴുതി. അതായത് മൈൻഡ് ചെയ്തില്ല, നീയൊക്കെ എന്തെങ്കിലും കാണിക്കണവേ എഴുതി. അപ്പോൾ ഉടനെ അവന്മാർ പിന്നെയും സെയിം കാര്യം പറയുന്നു. അപ്പോൾ ഈശോ തല ഉയർത്തിയിട്ട് ഒരു പഞ്ച് ഡയലോഗ്, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. എന്നിട്ട് ആരാ എറിയുന്നത് നോക്കി നിൽക്കുന്നൊന്നുമില്ല, പിന്നെയും കുനിഞ്ഞിരുന്ന് എഴുതുകയാണ്. ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ടിട്ട് മടങ്ങിപ്പോയി. എന്താ കർത്താവ് ഈ നിലത്തെഴുതിയത്? അതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ടല്ലേ. നമ്മൾ തന്നെ പലതും കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്നുണ്ട് അത് വന്നവരുടെ പാപങ്ങൾ ഈശോ മണലിൽ എഴുതിയതാണ്, നിലത്തെഴുതിയതാണ് വന്നവരുടെ പാപങ്ങൾ. കേൾക്കാൻ കൊള്ളാവുന്ന ഒരു ചിന്തയാണ്. പക്ഷേ അങ്ങനെ എഴുതിയിരുന്ന ഈ കർത്താവിൻ്റെ ചൂണ്ടുവിരൽ കുരിശെ തറയ്ക്കുമ്പോഴേക്കും കാണത്തില്ലായിരിക്കും. കാരണം തേഞ്ഞു പോകത്തില്ല, ഇത്രയും പേരുടെ പാപങ്ങളൊക്കെ എഴുതി വരുമ്പോഴേക്കും. ഒരു ചിന്തയാണത്. യൗസേപ്പ് എന്നൊരു ചിന്തയുണ്ട്, ഞാൻ തന്നെ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. യൗസേപ്പ് എന്ന് എഴുതി എന്നൊരു ചിന്ത കൂടിയുണ്ട്. എന്താ യൗസേപ്പ് എന്ന് എഴുതാൻ കാര്യം? പെട്ടെന്ന് ഈശോയ്ക്ക് യൗസേപ്പിന് ഓർമ്മ വന്നു. യൗസേപ്പ് ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ അപ്പൻ ഇല്ലായിരുന്നെങ്കിൽ മറിയം ഇങ്ങനെ കടന്നേനെ. എൻ്റെ അമ്മ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളായി കുറ്റമാരോപിക്കപ്പെട്ട് നിയമജ്ഞരുടെയും ഫരിസേരുടെയും ആക്രോശങ്ങൾക്ക് മുമ്പിൽ ഭയചകിതയായിട്ട് മറിയം ഇങ്ങനെ കടന്നേനെ. യൗസേപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ഞാനും എൻ്റെ അമ്മയും ഭൂമിയിലുണ്ട്. ആ യൗസേപ്പിൻ്റെ മകനാണ് ഞാൻ. യൗസേപ്പ് വളർത്തിയതാണ് എന്നെ. അപ്പൊ യൗസേപ്പിന്റെ ഗുണം ഞാൻ കാണിക്കണ്ടേ, ഇവിടെ സംരക്ഷിക്കണം എന്നൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ ഈശോയുടെ നിലത്തെഴുത്തിനെ കുറിച്ച്. പക്ഷേ ടെക്സ്റ്റിൽ ഒന്നും പറയാത്തിടത്തോളം കാലം നമുക്കിതൊക്കെ ചിന്തിക്കാമെന്നേ ഉള്ളൂ. എന്താണെന്ന് വലിയ വ്യക്തതയില്ല. എന്താണ് ഈശോ നിലത്തെഴുതിയത്? ഇങ്ങനെ ചിന്തിക്കാം. ആ നിലത്തെഴുത്ത് ഒരു ഇടവേളയായിരുന്നു. ആ നിലത്തെഴുത്ത് നിശബ്ദതയുടെ ഒരു ഇടവേളയായിരുന്നു. എന്തിനുള്ള ഇടവേള? ഒരാളിൽ പാപബോധം ഉണരാനുള്ള ഇടവേള. സ്വന്തം കൊള്ളരുതായ്മകളെ കുറിച്ച് ഒന്ന് തിരിച്ചറിയാനുള്ള ഇടവേളയാണ് ആ നിലത്തെഴുത്ത്. അങ്ങനെ വരുമ്പോൾ ഈ നോമ്പുകാലം ഒരു നിലത്തെഴുത്തിൻ്റെ ഇടവേളയാണ്. നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു കാഴ്ച, കർത്താവ് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നിലത്തെഴുതിക്കൊണ്ടിരിക്കുക നമ്മുടെയൊക്കെ മുമ്പിൽ. പാപം ഓർക്കാൻ, ചെയ്തു പോയ അരുതായ്മകളെ ഓർത്തെടുക്കാനുള്ള ഇടവേള കർത്താവ് തരികയാണ്. അത്തരം ഒരു ഇടവേളയ്ക്ക് ശേഷം 2 രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി. ആ 2 പ്രതികരണമാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ധ്യാന വിഷയം. അതായത് ഈ കല്ലെറിയാൻ വന്നവർക്ക് അവരുടെ പാപം ഓർമ്മ വന്നു. ആ നിശബ്ദത അവരുടെ ഉള്ളിൽ ഒരു ഭ്രമരം കണക്ക് വണ്ടു മൂളുന്നത് പോലെ പലതൊക്കെ അവരെ ഓർമ്മിപ്പിച്ചു. ചെയ്തു വെച്ച
അരുതായ്മകളെ ചെയ്തു വെച്ച കൊള്ളരുതായ്മകളെയൊക്കെ അവർ ഓർത്തപ്പോൾ അവരെന്ത് ചെയ്തു? അവർ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. സ്ഥലം കാലിയാക്കി വിട്ടുപോയി. പാപിനിയായ സ്ത്രീയോ, അവളിൽ എപ്പോഴേ പാപബോധം ഉണർന്നു കഴിഞ്ഞു കാണും അല്ലെ? കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ചാരത്തേക്ക് വന്നപ്പോഴേ അവളിൽ പാപബോധം ഉണർന്നു കഴിഞ്ഞു കാണും. ഈ പോയവരുടെ കൂട്ടത്തിൽ അവൾക്കും വേണമെങ്കിൽ നൈസായിട്ട് അങ്ങ് മുങ്ങാമായിരുന്നു. പക്ഷെ അവൾ അവിടെ നിന്നു. പാപബോധത്തിൽ നിറഞ്ഞ് അവൾ അങ്ങനെ നിന്നു. അങ്ങനെ നിന്നവൾക്ക് കർത്താവിൻ്റെ മറുപടി: ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. അതായത് പ്രിയമുള്ളവരെ, പാപബോധം നമ്മളിൽ ഉണരുമ്പോൾ, എപ്പോഴാണ് ഉണരുന്നത്? കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, പാപബോധം ഉണരും. അതാണ് ഇവിടെ സംഭവിച്ചത്. നിലത്തെഴുത്തെന്നൊക്കെ പറയുന്നത് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്ത് നിൽക്കുമ്പോൾ ആരിലായാലും പാപബോധം ഉണരും. ഈ പാപബോധം ഉണരുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്ന്, ഈ കല്ലെറിയാൻ വന്നവരെ പോലെ പാപബോധം ഉണർന്നിട്ട് ഒളിച്ചോടാം, വിട്ടുപിടിക്കാം. പലപ്പോഴും നമുക്കങ്ങനെ പറ്റാറുണ്ട്. നമ്മളങ്ങനെ ആളുകളെ കാണുന്നുമില്ലേ? അതായത് ഞാൻ കൊള്ളത്തൊന്നുമില്ലെന്ന്, ഞാൻ പള്ളിലോട്ടൊന്നുമില്ല, കാരണം എന്താ, ഞാൻ കൊള്ളത്തില്ല, എനിക്ക് ഒത്തിരി പാപമുണ്ട്, അതുകൊണ്ട് ഞാനില്ല. എൻ്റെ കുഞ്ഞെ, ഒത്തിരി പാപമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പള്ളി. അത് കുമ്പസാരക്കൂട് കിടക്കുന്ന സ്ഥലമാണ്. കരുണയുടെ കൂടാരം കാത്തിരിക്കുന്ന ഇടമാണ് പള്ളി. പാപബോധം നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും പോകാനുള്ളതല്ല. കർത്താവിൽ നിന്ന് അകലാനുള്ള കാരണമല്ല ക്രിസ്ത്യാനിക്ക് പാപബോധം. മറിച്ച് പാപബോധം വിശുദ്ധീകരണത്തിൻ്റെ ആരംഭമാണ്. ക്രിസ്ത്യാനിക്ക് പാപബോധം വിശുദ്ധീകരണത്തിൻ്റെ ആരംഭമാണ്. അത് ഓർത്തേക്കണേ. ഒത്തിരി പേര് ഇന്നിപ്പോൾ, ഞാൻ ഈയിടെയൊക്കെ ധ്യാനത്തിനൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഫ്രീ തിങ്കേഴ്സ് അവർ വല്ലാണ്ട് പറഞ്ഞു പരത്തിക്കൊണ്ട്, നേരത്തെ തൊട്ടേ ഉള്ള ഒരു ആരോപണമാണ് ക്രിസ്ത്യാനികൾക്ക് മേൽ. ഇപ്പോൾ അത് കൂടുതലായിട്ട് അവർ ജനകീയമാക്കാൻ നോക്കുന്നൊരു ചിന്ത, ഈ ക്രിസ്തീയ മതം, ക്രിസ്തീയത മനുഷ്യരിൽ പാപബോധം കുത്തിവെക്കുന്നു. പാപബോധം കുത്തിവെക്കുകയല്ല, ദൈവസാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക്, വചനത്തിൻ്റെ ചാരത്തേക്ക്, വിശുദ്ധ കുർബാനയുടെ ചാരത്തേക്ക് ഒക്കെ മനുഷ്യൻ വരുമ്പോൾ സ്വാഭാവികമായി പാപബോധം ഉണരുകയാണ്. ഇനി ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പാപബോധം കുറ്റബോധമോ നിരാശയല്ല. കാരണം എന്താ? പാപബോധം വന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടൊരു സാധ്യതയുണ്ട് നമുക്ക്. അതെന്താ? അത് കുമ്പസാരക്കൂട്, കർത്താവിൻ്റെ കരുണ അനുഭവിക്കാനുള്ള ഇടം. അങ്ങനെ വരുമ്പോൾ പാപബോധം നമുക്ക് വിശുദ്ധീകരണത്തിൻ്റെ ആരംഭമാണ്, ഒന്നിൻ്റെയും അവസാനമല്ല. അങ്ങനെ തിരിച്ചറിയണം. അതാണ് ഈ സ്ത്രീയിൽ സംഭവിച്ചത്. അവൾ പാപബോധത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പാപമോചനം സ്വീകരിക്കുകയാണ്. ആദ്യത്തെ കുമ്പസാരത്തിൻ്റെ ആശീർവാദം കർത്താവ് കൊടുക്കുക. ഇന്ന് കുമ്പസാരക്കൂട്ടിൽ പോയി നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ വൈദികർ ചൊല്ലുന്നില്ലേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, ഗോ ഇൻ പീസ്. അതുപോലെ കർത്താവ് പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ആദ്യത്തെ കുമ്പസാര ആശീർവാദം കൊടുത്തുകൂടെ? പ്രിയമുള്ളവരെ, നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എളിമപ്പെട്ട് നമ്മുടെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് തന്നെ ചേർന്ന് നിൽക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാപബോധം വിശുദ്ധീകരണത്തിൻ്റെ ആരംഭമായിട്ട് മാറും. ഇനി ലേഖനത്തിലേക്ക് പോകാം. ലേഖനത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത കിടപ്പുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 1:5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മുഴുവൻ ഞാൻ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. 1-2 കാര്യങ്ങൾ പറയാം. എന്നറിയാമോ? ഒന്നാമത്തത്, നമ്മളിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇന്ന് ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട്, അതാണ് പാപബോധമില്ലായ്മ. നമ്മളെന്നാ പാപം ചെയ്യാനാച്ചാ, നമ്മളൊക്കെ എന്നാ പാപം ചെയ്യാനാ, എന്നതാന്നേ ഇത്രയും 2 കള്ളം പറയും, 2 കുശുമ്പ് പറയും, 2 പേരുടെ കുറ്റം പറയുന്നു, വായിന്ന് 2 കെട്ടവാക്ക് വീഴുന്നു, അത്രക്കല്ലേ ഉള്ളൂ, നമ്മളെന്നാ പാപം ചെയ്യാൻ, ഇതുമല്ല പാപമാണ്. പാപത്തെ നിസാരവൽക്കരിക്കുന്ന ഒരു ശൈലി നമുക്കിടയിലുണ്ടല്ലേ. ശരിയാണ്, ബലഹീനത കൊണ്ടാണ്. പാപമില്ലെന്ന് പറയാതിരുന്നാൽ മതി. പാപികളാണേ നമ്മളെല്ലാം. ആരാ പാപിയല്ലാത്ത? പാപമുണ്ട്, പാപം പറ്റിപ്പോകുന്നുണ്ട്. എളിമയോടെ അങ്ങ് പറഞ്ഞാൽ ബാക്കി കർത്താവ് നോക്കിക്കോളും. പാപമില്ലെന്ന് പറഞ്ഞു കളയുമ്പോഴാണ് കുഴപ്പം. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത്, നമ്മളിൽ പാപമില്ലെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ, 2 വലിയ അപകടങ്ങൾ സംഭവിക്കും.
ഒന്ന്, നമ്മളിൽ പാപമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. ആത്മവഞ്ചന ചെയ്തു ഞാൻ എൻ്റെ പാപത്തെ പൂഴ്ത്തി വെക്കില്ല, പാപമേതുമേ എന്നിലില്ലെന്ന് ചൊല്ലും വിഡ്ഢി ഞാൻ ആകില്ല. പാപബോധവും പശ്ചാത്താപവും ആ പാട്ടിനകത്ത് നമ്മൾ പാടുന്നതാണ്. നമ്മളിൽ പാപമില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കുകയാണ്, ആത്മവഞ്ചന ചെയ്യുകയാണ്. രണ്ടാമത്, നമ്മളിൽ പാപമില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളൊരാളെ കള്ളനാക്കുകയാണ്, നമ്മളൊരാളെ നുണയനാക്കുകയാണ്. ആരെ? ദൈവത്തെ. കാരണം എന്താ? പാപപരിഹാര ബലി അർപ്പിച്ചിട്ട് നിൽക്കുന്നവനെ നോക്കിയിട്ട് നമ്മൾ പറയുക ഞങ്ങളിൽ പാപമൊന്നുമില്ല. പിന്നെ അവൻ കള്ളം പറഞ്ഞോ? കർത്താവാണോ കള്ളം പറഞ്ഞത്? കർത്താവിനെ കള്ളനാക്കുക നമ്മളിൽ പാപമില്ലെന്ന് പറയുമ്പോൾ. കൃത്യവാക്യം കിടപ്പുണ്ട്. ഇങ്ങനെയാണത്. 7-ാമത്തെ വാക്യത്തിന്റെ അവസാനം ഇങ്ങനെയാണ്. 8-ാമത്തെ വാക്യം 1 യോഹന്നാൻ 1:8. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് 10-ാമത്തെ വാക്യം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, കർത്താവ് തമ്പുരാനെ വ്യാജം പറയുന്നവനാക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞു കളയരുത് എനിക്ക് പാപമൊന്നുമില്ലെന്ന്. പാപമുണ്ട്, കർത്താവിനറിയാം പാപം വന്നു പോകുമെന്ന്. അതുകൊണ്ടല്ലേ അവൻ കുമ്പസാരക്കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അവൻ്റെ കുരിശിൻ്റെ ബലിയുടെ യോഗ്യതകളെ നമുക്ക് ലഭിക്കാൻ പാകത്തിൽ കരുണയുടെ കൂടാരം സ്ഥാപിച്ചിട്ടിരിക്കുന്നത്. എളിമയോടെ ചെന്ന് ഏറ്റുപറയുക. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 9-ാമത്തെ വാക്യം, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പാപം ഏറ്റുപറയാൻ തീരുമാനിക്കുന്ന ക്ഷണത്തിൽ പാപം ക്ഷമിക്കപ്പെടും, അനീതികളിൽ നിന്ന് നമ്മളെ കർത്താവ് തമ്പുരാൻ ശുദ്ധീകരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന ഈ നോമ്പ് കാലം ഒരു നിലത്തെഴുത്തിൻ്റെ കാലമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പാപബോധം ഉണരാനുള്ള ഇടവേളയുടെ നിലത്തെഴുത്ത്. പാപബോധം ഉണർന്ന് കരുണയുടെ കൂടാരത്തിൻ്റെ അണഞ്ഞ് നിന്നിൽ നിന്ന് കരുണ ഞങ്ങൾ സ്വീകരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.